രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ബൈബിൾ അഗാധമായി വായിച്ചിട്ടുള്ള ഒരാളാണ്, എഴുതിയിട്ടുമുണ്ട്. പിന്നെ അവരുടെ സെമിനാരികളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് വളരെ അസാധാരണമായ ഒരു പ്രഖ്യാപനം അടുത്തിടെ വത്തിക്കാനിൽ നിന്നുണ്ടായി. യേശുവിൻ്റെ അമ്മ മറിയം അവർ സഹരക്ഷകയല്ല എന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു. അതായത് പൊതുവെ ക്രൈസ്തവർ മറിയത്തിനെയും കൂടി ഇല്ലേ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെയൊക്കെ ആവശ്യമില്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കിടുങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെ ഈ യേശു കുരിശിൽ തറഞ്ഞു കിടക്കുമ്പോൾ 2-3 പേര് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് മറിയം ആണ്, വേറൊരാൾ ശിഷ്യനാണ്. ശിഷ്യനോട് പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ, ഇതാ ഇനി നിൻ്റെ അമ്മ എന്നുള്ള മട്ടിൽ അല്ലേ. അപ്പോൾ ഇതുപോലെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞ പോലൊരു സംഭാഷണം അവിടെയും വരുന്നുണ്ട്. അപ്പോൾ വേറൊരു മകനെ യേശു അവസാനം കൊടുത്തതുപോലെയാണ് നമുക്ക് തോന്നുക. അതുകൊണ്ട് ഒരു സഹരക്ഷക ആകേണ്ടതില്ലല്ലോ, കാരണം എല്ലാവർക്കും വേണ്ടി രക്ഷകനായത് യേശു മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ സഭയ്ക്കുള്ളതെന്ന് തോന്നുന്നു. രാധാകൃഷ്ണൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ട്രിനിറ്റി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. 2 ട്രിനിറ്റികളുണ്ട്. ഒന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിന്നും പിതാവിലേക്ക് വരുന്നു, പിതാവ് പുത്രനിലേക്ക് വരുന്നു. ആ പുത്രനാണ് യേശുദേവൻ. അദ്ദേഹത്തെ ഏകരക്ഷകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ യേശുദേവനല്ലാതെ ഒരാൾക്കും മറ്റൊരു രക്ഷകനില്ല എന്നാണ് ക്രൈസ്തവ സഭയുടെ സങ്കല്പം. നിങ്ങൾക്ക് ഒരു മോക്ഷം വേണം എന്നുണ്ടെങ്കിൽ, ജന്മപാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടണം എന്നുണ്ടെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ പറ്റൂ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പോകുന്നത് യേശുവിലേക്കാണ്. യേശുവാണത് പരിശുദ്ധാത്മാവിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇതാണ് അവരുടെ സങ്കല്പം. മറ്റൊരു ട്രിനിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത്, ഹോപ്പ്, ലവ് എന്ന് വെച്ചാൽ ഈ ട്രിനിറ്റിയിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കാം. ഹോപ്പ്. ആ സ്വർഗരാജ്യത്തിലേക്കുള്ള മാർഗമാണ് ലവ്. ആ ലവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹം. കാരണം സ്നേഹം പോലും തിരിച്ച് കിട്ടാത്ത വിധത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, നിങ്ങൾ സ്നേഹം പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിസ്വാർത്ഥമായ ഒന്നും ലഭിക്കേണ്ടതില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ 2 ട്രിനിറ്റികളുമുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യേശുദേവൻ പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അതിന് യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ രക്ഷകരില്ല. അതിന് താഴെ നിൽക്കുന്നവരാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ട് കത്തോലിക്ക മതവിശ്വാസം അനുസരിച്ചും ക്രൈസ്തവ ആചാരക്രമങ്ങൾ അനുസരിച്ചിട്ടും ഈ മറിയത്തെ, യേശുവിൻ്റെ അമ്മയെ നമുക്കൊരിക്കലും സഹരക്ഷകയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മറിയം എന്നല്ല, ആരും തന്നെ സഹരക്ഷകരില്ല അവരുടെ വിശ്വാസത്തിൽ. അപ്പോൾ സഹരക്ഷകയായിട്ട് ക്രൈസ്തവർ കരുതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ കരൾ കടയുന്ന വിധത്തിൽ നമ്മൾ കരഞ്ഞു പോകുന്നത് ഈ മറിയയുടെ ജീവിതം നോക്കുമ്പോഴാണ്. ഒരു മകന് വേണ്ടി ഇത്രയേറെ അപവാദവും ത്യാഗവും ഒക്കെ സഹിച്ചിട്ടുള്ള വേറൊരു സ്ത്രീ ഉണ്ടാകില്ല. കാരണം രക്ഷകനെ പ്രസവിക്കാൻ ഗർഭം പേറിയതാണ്. അന്ന് തുടങ്ങിയ അപവാദമാണ്. അതായത് ഒരു സ്ത്രീയെ
അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി ആ സമൂഹം അപമാനിച്ചു. പരിശുദ്ധാത്മാവിനാൽ ഗർഭം പേറി എന്ന് പറയുന്നത് തെറ്റാണെന്ന്, ഇവൾ വ്യഭിചാരിയാണ് എന്നാണ് പറഞ്ഞത്. ജോസഫ് കൈക്കൊണ്ട കാരണം വേറെ പ്രശ്നമുണ്ടായില്ല എന്ന് മാത്രം. അത് കഴിഞ്ഞ് ഇവനെ പ്രസവിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ വീണ്ടും വന്നു. കാരണം ലോകത്തിൻ്റെ രക്ഷകനായി ഒരുത്തൻ ജനിക്കുന്നു, അവനായിരിക്കും ഇനി ചക്രവർത്തി എന്ന് പറഞ്ഞപ്പോൾ നിലവിലുള്ള ചക്രവർത്തി ഒരു ചെറിയ തീരുമാനം എടുത്ത് ആരാണെന്ന് അവനെ കണ്ടെത്തുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. ഏതോ ഒരു പുൽത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ ആരും അറിയാതെ പ്രസവിച്ചതിന് ശേഷം ഈ പ്രസവിച്ച കുഞ്ഞിനെ മാറോടണച്ച് അവർ ഓടയാണ് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതാണ്ട് ഇതുപോലെ ഹിരണ്യകശിപു ചെയ്തിട്ടുണ്ടല്ലേ? അത് ഇതിനേക്കാൾ വൃത്തികേട്, അത് പറയാൻ പറ്റും, ഇതിനേക്കാൾ വൃത്തികേട്. അപ്പോൾ ഇവിടെ ഇവർ ഓടിയിട്ട് അത് പിന്നെ ആ ഓട്ടമാണ്. പക്ഷേ 12 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൻ കൈവിട്ടുപോയി. അവൻ എവിടെ പോയെന്നറിയില്ല. പിന്നെ ഓരോ നിമിഷവും ഇവർ ജീവിച്ചത് ഈ പുത്രനായ ക്രിസ്തു വരട്ടെ 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 എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നിൻ്റെ അമ്മ, നിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഹിതത്തെ ചെയ്യുന്നവരത്രേ എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുകയും സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടും ഈ മകൻ്റെ പിന്നാലെ ഇവരുണ്ട്, അവന് രക്ഷാകവചം തീർക്കാൻ വേണ്ടി. ഒടുവിൽ അവനെ പിടിച്ചു, അവൻ കുരിശിലേറ്റപ്പെട്ടു. അവന് ആ തലയിൽ മുൾക്കിരീടവും കുടിക്കാൻ കയ്പനീരും കൊടുത്തു. അവൻ ഇത്രയും പീഡനങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ തകർന്ന ഹൃദയവുമായിട്ട് ഈ അമ്മ ഈ മകനെ പിന്തുടരുകയാണ്. ബാക്കി ശിഷ്യന്മാരൊക്കെ അപ്പം ഓടിക്കളഞ്ഞല്ലോ. ഇതിലെ നമ്മുടെ ഇതില്ലേ തോമസ്, നാടകൃത്ത് സി ജെ തോമസ്, പി ജെ എന്നാ വന്നത്, സി ജെ തോമസ് പറയുന്നുണ്ടല്ലോ, ആരാണ് ശിഷ്യനെന്ന് ചോദിക്കുമ്പോൾ സ്വയം നശിക്കുന്നവനും ഗുരുവിനെ നശിപ്പിക്കുന്നവനും എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും പോയി. അത് കഴിഞ്ഞിട്ട് ഇതിന്നെടുക്കുന്ന ആ മകൻ്റെ മൃതശരീരം എടുത്ത് കയ്യിൽ വയ്ക്കുകയാണ്. ആ രംഗം ഒന്ന് ആലോചിച്ചത്, പിയാത്ത എന്ന് പറയുന്ന ആ രംഗം, അതല്ലേ അത് എന്താണ് ബാലേന്ദ്രൻ്റെ ഒരു കവിതയില്ലേ, പുത്രൻ മടിയിൽ മരിക്കുന്നൊരമ്മ തൻ ഇറ്റിറ്റ് വീഴുന്ന കണ്ണീര് എന്ന് പറഞ്ഞ ഈ മറിയയുടെ കണ്ണീരിനെ കുറിച്ചാണ് അല്ല റെഫറൻസ്. കാരണം ഒരു മകൻ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും ഇതെല്ലാം സഹിക്കുമ്പോഴും ഒരു വാക്ക് പരാതി പറയാതെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ നിത്യസാക്ഷ്യമാക്കി മാറ്റിയതാണ് മദർ മേരി. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വിശേഷിച്ചും, ബാക്കി ലോകത്തെ കാര്യമൊന്നും എനിക്കറിയില്ല, കേരളത്തിൽ വിശേഷിച്ചും ഈ മാതാവിന് വലിയ സ്വാധീനമുണ്ട്. മദർ മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മറിയത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഈ കത്തോലിക്ക സഭയ്ക്കും ബാക്കി സഭകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃതമാണ്. അതിന് വേറെ ന്യായം എന്തൊക്കെ പറഞ്ഞാലും അതാണ് വസ്തുത. പിന്നെ വേണമെങ്കിൽ തർക്കിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ വസ്തുത അതാണ്, പുരുഷ കേന്ദ്രീകൃതമാണ്. കാരണം ആ പുരുഷ കേന്ദ്രീകൃതമായ മതം ഒരിക്കലും സ്ത്രീകളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ യേശു ഒരു സഹനം തന്നെയായിരുന്നു, ജീവിതം മുഴുവൻ സഹനമാക്കി മാറ്റിയതാണ്. അതുപോലെ തന്നെ ആ ജീവിതം മുഴുവൻ സഹനമാക്കി മാറ്റിയതല്ലേ മറിയവും. ഈ സഹനത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 2 തട്ടും വെച്ച് കഴിഞ്ഞാൽ രണ്ടും തുല്യനിലയിൽ നിൽക്കില്ലേ, തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെന്താണ് ഇത് ഇവർ സഹരക്ഷകയല്ല എന്നുള്ള പ്രഖ്യാപനം വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം അല്ല. അല്ല വിപ്ലവകരമാകണമെന്നില്ല, മതത്തിൽ എന്ത് വിപ്ലവം. അതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹമുണ്ട്. രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീകളെ പുരുഷ കേന്ദ്രീകൃത സഭ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംശയം വന്നു.
ഈ ഗീവർഗീസ് പുണ്യവാളനെ പോലെയൊക്കെ പല ആളുകളെ മധ്യസ്ഥരായിട്ട് അംഗീകരിക്കുന്നുണ്ട്. മധ്യസ്ഥരാകാം, രക്ഷകരാകാൻ പറ്റില്ല. രക്ഷകരാകാൻ പറ്റില്ല എന്നുള്ള. മധ്യസ്ഥരാ മാതാവിന് വേണമെങ്കിൽ മധ്യസ്ഥയാകാം. പക്ഷേ വേറൊരു കാര്യം, നമ്മുടെ മറ്റേ എന്തില്ലേ കോട്ടയത്ത് നമ്മൾ മണർകാട് ഭരണങ്ങാനം മണർകാട് പള്ളി, മണർകാട് പള്ളിയിലെ 8 നോമ്പ് നമുക്കറിയാമല്ലോ. അതെ, അത് അമ്മ മറിയത്തിന്റെ പള്ളിയല്ലേ. അതെ. പിന്നെ പക്ഷേ അല്ല മറിയത്തെ അത് പക്ഷേ ആ പള്ളി കത്തോലിക്കരുടെ അല്ലല്ലോ. അല്ല, ആരുടെ ആയാലും ഞാൻ കത്തോലിക്ക, അവിടെയും ലേഡി ഇതില്ലല്ലോ, പരിശുദ്ധനില്ലല്ലോ. തിരുമേനി വരുന്നത് മുഴുവൻ ആണുങ്ങളാണല്ലോ. അല്ല, കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മാതാവ് രക്ഷകയാകണ്ട, ഞങ്ങൾക്കാകാമെന്നും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ആകാം. ഇല്ല, അവരും ഏകരക്ഷകനായിട്ട് ക്രിസ്തുവിനെ എടുക്കുന്നത്. അവരും ഏകരക്ഷകനായിട്ട്. പിന്നെ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അവരും ഏകരക്ഷകനായിട്ട് ക്രിസ്തു. പക്ഷേ മാതാവിനെ അംഗീകരിക്കാത്തൊരു സഭയുണ്ട്. അതേതാണെന്നറിയാമോ? മാർത്തോമ ക്രൈസ്തവർ മാതാവിനെയും പിതാവിനെയും അംഗീകരിച്ചിട്ടില്ല, യേശുവിനെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. മാതാവിനെയും പിതാവിനെയും അവരുടെ പള്ളിയുടെ 7 അയലക്കത്തിൽ ചെല്ലാൻ പറ്റില്ല, ചെന്ന് കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കും. അവർ രക്ഷയില്ല. അങ്ങനത്തെ ഒരു സഭയും കേരളത്തിലുണ്ട്, അതാണ് മാർത്തോമ സഭ. പക്ഷേ മറ്റേ ഓർത്തഡോക്സും ജക്കോബൈറ്റും കാത്തലിക്സും ഒക്കെ മാതാവിനെ അംഗീകരിച്ചിട്ടുള്ളവരാണ്. അപ്പം അത് മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വികാരി അച്ഛൻ ബിഷപ്പ് കർദിനാള് പോപ്പ് യേശുദേവൻ, അങ്ങനെയാണ് അതിൻ്റെ ചാനലൈസ് ചെയ്തേക്കുന്നത്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സാധിക്കില്ല. ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാതാവിനുള്ളൊരു പ്രാമുഖ്യം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും മാതാവ് സഹരക്ഷകയാണ് എന്ന് ചിലരൊക്കെ വാദിച്ചു തുടങ്ങി. വിശേഷിച്ചും ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി കത്തോലിക്ക സഭയിലൊക്കെ ക്രൈസ്തവ മേഖലയിലൊക്കെ കടന്നു വന്നപ്പോൾ, ഇപ്പോൾ എഡിത്ത് സ്റ്റെയിനിനെ പോലെയുള്ള ഫെമിനിസ്റ്റ് സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരും, പിന്നെ ഈ സ്പിരിച്വാലിറ്റിയും ഫെമിനിസവും എന്ത് എന്നറിയാതെ കേരളത്തിൽ കുറേ എണ്ണം അത് നടക്കുന്നുണ്ട്. അവർക്കിത് രണ്ടും അറിയില്ല, ഫെമിനിസവും അറിയില്ല, സ്പിരിച്വാലിറ്റിയും അറിയില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റി അറിയാമെന്ന് ഒട്ടും അറിയില്ല. പക്ഷെ അവരെ പോലുള്ളവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പിടിവള്ളി എന്ന നിലക്ക് മാതാവിനെ സഹരക്ഷകയാണ് എന്നൊരു പ്രചരണം വന്നു. അത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് പോപ്പിനെ അതിനെ തള്ളി പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ പോപ്പ് എന്ത് ചോദിച്ചാൽ പോപ്പ് അതിനെ തള്ളി പറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് ഏകരക്ഷകനേ ഉള്ളൂ. ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് കരുതുക എന്നതാണ് എല്ലാ ക്രൈസ്തവ സഭകളും ചെയ്യുക. അത് ആംഗ്ലിക്കൻ സഭയായാലും ബാക്കി ഏത് തരത്തിലുള്ള സഭയായാലും ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞ സംഗതിയാണ്, അതിലാണിത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. റിസറക്ഷനാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പിന്നെ ഒട്ടും അടിസ്ഥാനം ഇല്ലാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 2ാം വരവാണ്. 2ാം വരവിന് അങ്ങനെ അടിസ്ഥാനമൊന്നുമില്ലല്ലോ. ബൈബിളിൽ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അവൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞു. ശരി, സഹരക്ഷകയല്ല മാതാവ് എന്ന് പ്രഖ്യാപിച്ചു മാർപ്പാപ്പ. അതുകൊണ്ട് മാതാവിന് എന്താ കുഴപ്പം? മാതാവിനും കുഴപ്പമില്ല, ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും കുഴപ്പമില്ല. അവരെല്ലാം മാതാവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആളുകൾ വീണ്ടും അത് പറയില്ലേ? അല്ല, അവര് മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് അവരുടെ ദുരിതത്തിൻ്റെ മുഴുവൻ പറയുകയും ഇത് സഹിക്കാൻ ഞങ്ങൾക്ക് സഹനശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പോൾ ആ പ്രാർത്ഥന യേശുവിലൂടെ പോകുക, വേറെ ആരുടെങ്കിലും കൂടെ പോകുമെന്ന് ഇവരന്വേഷിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ വത്തിക്കാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളികളിൽ ആളില്ലാതെ പോകുമെന്ന് ആരും കരുതണ്ട. മാതാവിൻ്റെ തിരുരൂപത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറയുമെന്നും ആരും കരുതണ്ട. കാരണം അവരുടെ പ്രാർത്ഥനയും അനുഭവവും എല്ലാം, കാരണം ഒരു സഹനത്തിൻ്റെ പ്രതീകമല്ലേ മദർ മേരിയും. നമുക്കല്ലാന്നങ്ങനെ പറയാൻ കഴിയും. അവർ സഹിച്ചൊരു ജീവിതമില്ലേ, ആ സഹിച്ച ജീവിതത്തിൻ്റെ പ്രതിഫലനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനപ്പാടെ അവഗണിച്ചുകൊണ്ട് ഒരു ജനതയ്ക്ക് മുന്നേറാൻ പറ്റില്ല. പക്ഷെ ഒരു സ്ഥാപനത്തിന് അങ്ങനത്തെ ഒരു നിലപാട്, ഈ കുർബാന ഇങ്ങനെ വേണമെന്ന് വത്തിക്കാൻ പറഞ്ഞിട്ട് ഈ അൽമായർ അംഗീകരിച്ചിട്ടില്ല. പിന്നെയാണ് മാതാവിനെ പറ്റിയൊരു പ്രഖ്യാപനം. അല്ല, അത് ശരിയാ.
മാതാവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ശരിയാണ്, മാതാവിൻ്റെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഇതുകൊണ്ട് കുറയും എന്ന് ഞാൻ കരുതുന്നില്ല. വത്തിക്കാനും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല. ഈ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വേണം, അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനി മാതാവിൻ്റെ പള്ളിയിൽ പോകരുത്, മാതാവിൻ്റെ പേര്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ഇല്ലേ? ഒരു എല്ലാ വിശുദ്ധന്മാരുടെ പേരിലും പള്ളിയില്ലേ? പിന്നെ എല്ലാ വിശുദ്ധന്മാരുടെ പേരിലും പ്രാർത്ഥനയില്ലേ? ദേവസഹായം പിള്ളയുടെ പേരിൽ വരെയുണ്ട്, പള്ളിയുണ്ട്. അപ്പോൾ അതങ്ങനെ പള്ളി വരും. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ വരും, വിശുദ്ധന്മാരെ വെച്ചുകൊണ്ട് പറയുകയും ചെയ്യും. പക്ഷെ അവരെല്ലാം വിശുദ്ധന്മാരാണ്, രക്ഷകരല്ല. അതെ, ഇൻ്റർമീഡിയറീസാണ്. ഇടയ്ക്ക് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം, ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു തട്ട് കൊടുക്കാം. പക്ഷെ മാതാവിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് അങ്ങനെയല്ല. മാതാവിൻ്റെ കാര്യത്തിൽ ആളുകൾ വളരെ ഒരു പ്രത്യേക തരത്തിൽ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നവരാണുള്ളത്. നിങ്ങൾക്കത് കാണാൻ പറ്റും. നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഹിന്ദുക്കളാണല്ലോ രണ്ട് ചർച്ച ചെയ്യുന്നവർ, ക്രിസ്ത്യാനികളെ പറ്റിയാണ് ചർച്ചയെങ്കിലും നമുക്ക് പക്ഷെ മാതാവ് രക്ഷക തന്നെയാണല്ലേ? പിന്നെ വല്ല സംശയമുണ്ടോ? വല്ല സംശയമുണ്ടോ? ജഗന്മാതാവല്ലേ? എന്താ ഈ പറയണ? എൻ്റെ രാമ, ഞാൻ ജീവിതത്തിലാകെ ഞാൻ ഒരമ്പലത്തിൽ പോയാലും തൊഴുത് രക്ഷിക്കണേ എന്ന് പറയും എന്നല്ലാതെ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്കത് മറ്റത് വേണം, ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ മൂകാംബി പോയപ്പോൾ, ഞാൻ ആകെ ഒരു പ്രാവശ്യവും മൂകാംബി പോയിട്ടുള്ളൂ. മൂകാംബി പോയപ്പോൾ ദേവിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ആകെ പ്രാർത്ഥിച്ചത് വാക്ക് പിഴച്ചു പോകരുത് എന്ന് മാത്രമാണ്. കാരണം വാഗ്ദേവത മുമ്പിൽ അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അല്ലാതെ ഞാൻ വേറെ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ജഗൻ മാതാവാണ്, പ്രകൃതിയാണ്, ശക്തിസ്വരൂപിണിയാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന മഹാശക്തിയാണ്. ആ ശക്തിയുടെ മുന്നിൽ നമ്മൾ അമ്മേ മഹാമായയെ രക്ഷിക്കണേ എന്നാണ് പറയുക. നമുക്കപ്പോൾ അതുകൊണ്ട് അത് രക്ഷക തന്നെയാണ്. നമുക്കപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യം വരുന്നേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.